ദേവി കന്യാകുമാരിയും ഗോകർണനാഥനും അഭയാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പശ്ചിമപർവ്വതത്തിനും അലയാഴിക്കുമിടയിലായി ഋതുക്കൾ ദീർഘനമസ്കാരം ചെയ്യുന്ന ഭാർഗവക്ഷേത്രം. ഐശ്വര്യദായിനിയായ ശ്രീ തിരുമാന്താംകുന്നിലമ്മയും സർവവിഘ്ന നിവാരണിയായ കാടാമ്പുഴ ദേവിയുടെയും പവിത്ര സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മലപ്പുറം ജില്ല. ഏറെ പടയോട്ടങ്ങൾക്കും പലായനങ്ങൾക്കും മൂകസാക്ഷിയായ ഈ ഏറനാടൻ മണ്ണിന് ഒട്ടേറെ ക്ഷേത്രധ്വംസനങ്ങളുടെ ഭീതിതമായ ചരിത്രം തന്നെ പറയുവാനുണ്ട്. ഏറനാട് താലൂക്കിന്റെ തെക്കു പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിസുന്ദരമായ ചെറുകാവ് ഗ്രാമം. കോഴിക്കോട് സാമൂതിരിയുടെ സംരക്ഷണയിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ കൊച്ചുഗ്രാമത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നിലകൊള്ളുന്നു. പൂവക്കാട്ട് ത്രിപുരാന്തക ക്ഷേത്രം, ശ്രീ വൈകുണ്ഠം മഹാവിഷ്ണു ക്ഷേത്രം, ചേവായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, വെണ്ണായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, പിഷാരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, പുളിയങ്കോട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം, പറവൂർ നടമാടത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ ചിലതുമാത്രം. ഇവയെ കൂടാതെ അനവധി കുടുംബക്ഷേത്രങ്ങളുടെ ദിവ്യ അനുഗ്രഹവും ഈ ഗ്രാമത്തിന് സ്വന്തമായുണ്ട്. ചെറുകാവ് എന്ന പേരുതന്നെ ഈ കുടുംബക്ഷേത്രങ്ങളും കാവുകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ചെറുകാവ് പഞ്ചായത്തിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ തെക്കുവശത്ത് 500 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന സവിശേഷ ദേവീ ചൈതന്യം പ്രസരിക്കുന്ന പുണ്യസങ്കേതമാണ് ശ്രീ തിരുമല ദേവീക്ഷേത്രം. പെരിയമ്പലം പള്ളിക്കൽ ബസാർ റോഡിലൂടെ വാഹനത്തിലും ശ്രീവൈകുണ്ഠത്തിൽ നിന്ന് കാൽനടയായും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അതിപുരാതനമായ ഈ ദേവാലയം നൂറ്റാണ്ടുകളായി ബാഹ്യലോകത്തിന് അജ്ഞാതമായും വൃക്ഷലതാദികളാൽ മൂടപ്പെട്ട് ഒരു ചെറുവനമായും പരിണമിച്ച് അഗമ്യമായും കിടന്നിരുന്നു. ക്ഷേത്രോൽപത്തി സംബന്ധിച്ച ഐതിഹ്യം ദ്വാപരയുഗത്തോളം പഴക്കമുള്ളതാണ്. ദിവ്യാസ്ത്രലബ്ധിക്കായി പരമശിവനെ തപസ്സനുഷ്ഠിച്ചിരുന്ന അർജുനനെ അനുഗ്രഹിക്കാനായി ശിവപാർവതിമാർ കിരാതവേഷത്തിൽ സഞ്ചരിക്കവേ ശ്രീപാർവതി വിശ്രമവും സ്നാനവും ചെയ്യാനായി ഈ വനസ്ഥനയിൽ സാന്നിധ്യപ്പെടുകയും തന്നിമിത്തമായി ഈ ഭൂമിക്ക് അപരിമേയവും അസാധാരണവുമായ പരിശുദ്ധിയും ദേവീ സാന്നിധ്യ സ്വഭാവവും കൈവരിക്കുകയുമുണ്ടായി. ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള കുന്നിൻ ചെരുവിൽ ദേവീ സ്നാനത്തിനു വേണ്ടി കിരാതശിവനാൽ നിർമ്മിക്കപ്പെട്ട ഒരു തീർത്ഥസങ്കേതം ഇന്നും അമൃതധാരയായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിനൊപ്പം പ്രാധാന്യവും പരിശുദ്ധിയും ഈ നീരുറവയ്ക്കും തൽജന്യമായ ജലാശയത്തിനും കൽപ്പിക്കപ്പെടുന്നു. പ്രശ്നവിധി പ്രകാരമുള്ള പാപദോഷ പരിഹാര കർമ്മങ്ങൾ യഥാവിധി ചെയ്യുകയും ക്ഷേത്രതന്ത്രിയായി ഇടവലത്ത് പുടയൂർ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിനെ വരിക്കുകയും ചെയ്തു. ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് തിരുമേനിയെക്കൊണ്ട് സ്ഥലപരിശോധന ചെയ്യിച്ച് വിധിപ്രകാരം ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹ നിർമ്മാണവും നടത്താനും പ്രശ്നചിന്തയിൽ ധാരണയായി. തുടർന്ന് നിത്യപൂജകളാലും ദേശവാസികളുടെ നിരന്തര പ്രാർത്ഥനകളാലും ചൈതന്യവിശേഷം വർദ്ധിതമായ ഈ ക്ഷേത്രം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ടുവരികയാണ്. ക്ഷേത്രഭൂമി സംബന്ധമായ കേസിൽ അന്യായത്തിൽ പറഞ്ഞ സ്ഥലം അത്രയും ഇന്ന സമയത്ത് ക്ഷേത്രഭൂമിയായി തിരിച്ചു കിട്ടുമെന്നും ക്ഷേത്ര പുനർനിർമ്മാണത്തിൽ 3 സ്ത്രീകൾ നിമിത്ത കാരിണികളായി വരുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ എന്നിവ പുതുതായി നിർമ്മിച്ച് ഗ്രാമം അഭിവൃദ്ധിപ്പെടുമെന്നും പൂർവ്വസ്ഥിതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി ഭക്തജനസമ്പർക്കത്താൽ തിരുമല മറ്റൊരു കാടാമ്പുഴയായി മാറുമെന്നും പ്രശ്നവശാൽ കണ്ട കാര്യങ്ങൾ യഥാസമയം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുണ്യഭൂമിയുടെ പ്രാധാന്യവും പാവനത്വവും ഗ്രഹിച്ച പ്രാചീന ഋഷിമാർ ഇവിടം തപസ്ഥലിയായി ഉപയോഗിച്ചിരുന്നതായും പ്രശ്നചിന്തയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ഋഷി പരമ്പരയിലെ വർത്തമാനകാലത്തെ തേജോപുഞ്ചങ്ങളായ നിരവധി മഹാത്മാക്കളുടെ പാദസ്പർശത്താലും അനുഗ്രഹീതമാണ് ഈ ഭൂമി. സമീപ ക്ഷേത്രങ്ങളിലെ പ്രശ്നചിന്തകളിൽ നിന്നുമാണ് വിസ്മൃതമായിരുന്ന ഈ വനക്ഷേത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ ദേശവാസികൾക്ക് ലഭ്യമാകുന്നത്. ചേവായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗീതാപ്രഭാഷണത്തിനെത്തിയ ഒരു മഹാപുരുഷന് ഈ ദേവീ സാന്നിധ്യം അനുഭവവേദ്യമാവുകയും അദ്ദേഹം ഇവിടെയെത്തി ആദ്യ ദീപം തെളിയിക്കുകയും ചെയ്തു. ഗീതാപ്രഭാഷണത്തിന് ദക്ഷിണയായി ലഭിച്ച പണക്കിഴി ഈ ക്ഷേത്രോദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം സമർപ്പിക്കുകയുമുണ്ടായി. വർഷങ്ങൾക്കുശേഷം ഈ പ്രദേശത്ത് ഹിന്ദു സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ശ്രീ ബാലൻ പൂതേരി പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ക്ഷേത്രോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. യശശരീരനായ പ്രൊഫസർ VGK നായരുടെ മാർഗദർശനത്തിൽ അന്യാധീനപ്പെട്ടു കിടന്നിരുന്ന ക്ഷേത്രഭൂമി സംബന്ധിച്ച നിയമ തടസ്സങ്ങൾ തരണം ചെയ്യുകയും തദ്ദേശ ഭക്തജനങ്ങളുടെ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. 1993 മണ്ഡലവ്രതകാലത്ത് ക്ഷേത്രത്തിൽ നിത്യപൂജ ആരംഭിക്കുകയും മാസങ്ങൾക്കുശേഷം
1994 മാർച്ച് 14 ക്ഷേത്രസന്നിധിയിൽ വെച്ച് ക്ഷേത്രദേവതയുടെ ചൈതന്യാദി സകലവിധ ശുഭാശുഭങ്ങൾ അറിയുവാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം ലഭിക്കുവാനുമായി ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തുകയുണ്ടായി. അരീക്കുളങ്ങര സോമൻ പണിക്കർ, മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി, കൊളത്തര പത്മനാഭ പണിക്കർ, CPK വേലായുധ പണിക്കർ എന്നീ പ്രഗത്ഭ ജ്യോതിഷികൾ പ്രശ്നചിന്തയ്ക്ക് നേതൃത്വം നൽകി. അഷ്ടമംഗല പ്രശ്നം ക്ഷേത്രത്തിന്റെ അതീത ഭൂതകാലത്തെ അത്ഭുതാവഹമായി അനാവരണം ചെയ്തു. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവതാ സങ്കല്പം കിരാത പാർവതി സ്വഭാവമുള്ള വനദുർഗാ ചൈതന്യമാണ്. ധ്യാനം വനദുർഗയുടേതായിട്ടാണ് തെളിഞ്ഞിട്ടുള്ളത്. ഉപദേവതാരൂപേണ പാർവതി പാർശ്വസ്ഥിതനായ ഗണപതി സാന്നിധ്യവും ഉണ്ട്. മറ്റേതോ പുണ്യസങ്കേതത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന നാഗപ്രതിമ നാഗസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് സ്വരൂപമായ ദുർഗാവിഗ്രഹം ഉണ്ടായിരുന്നുവത്രേ. ഇതിന് ഛേദഭേദാദി ദോഷങ്ങൾ സംഭവിച്ച് അപൂർണമായ ചിഹ്ന വിഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വനദുർഗാ ചൈതന്യത്തെ മനക്കണ്ണാൽ അറിഞ്ഞ് ഇവിടെ എത്തി ദീപം തെളിയിച്ച പാലക്കാട് ദയാനന്ദാശ്രമത്തിലെ സ്വാമി സദാനന്ദ സരസ്വതികൾ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ശിലാന്യാസം നടത്തിയ ശ്രീരാമദാസ മിഷൻ സ്ഥാപകൻ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, പാറോപ്പടി ബോധാനന്ദാശ്രമത്തിലെ പ്രശാന്താനന്ദ സ്വാമികൾ, കാരക്കോട് രാമാനന്ദാശ്രമത്തിലെ രാമാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങി ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം സ്ഥാപകനുമായ ആചാര്യ L. ഗിരീഷ് കുമാർ എന്നിങ്ങനെ നിരവധി ആധ്യാത്മിക ആചാര്യന്മാർ ഇവിടം സന്ദർശിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുമുണ്ടായി. ശ്രീ ഗിരീഷ് കുമാർജിയുടെ മാർഗനിർദ്ദേശത്താൽ വർദ്ധിത വീര്യരായ ദേശവാസികൾ ക്ഷേത്ര പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശ്രീകോവിൽ പുതുക്കിപ്പണിയുക, ചുറ്റമ്പലം, നമസ്കാര മണ്ഡപം, ഉപദേവതാ സങ്കേതങ്ങൾ എന്നിവ വിധിപ്രകാരം നവീകരിക്കുക, ദേവിയുടെയും ഉപദേവതാ ചൈതന്യങ്ങളുടെയും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠാകർമ്മം നടത്തുക, ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രകുളവും പവിത്ര തീർത്ഥസങ്കേതവും നവീകരിച്ച് സംരക്ഷിക്കുക എന്നിങ്ങനെ അനിവാര്യവും ഒപ്പം സങ്കീർണവുമായ നിരവധി പ്രവൃത്തികൾക്ക് ഏകദേശം 75 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. സമീപ ദശകങ്ങളിൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ജീർണതകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. സമാനമായ ഒരു ഭഗീരഥ പ്രയത്നം നമ്മുടെ ക്ഷേത്രവും ആവശ്യപ്പെടുന്നുണ്ട്. ലോകമാതാവായ ജഗദീശ്വരിയുടെ ക്ഷേത്ര നിർമ്മാണ പ്രതിഷ്ഠാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയെന്നത് മനുഷ്യജന്മത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന അനന്യമായ ഒരു വരപ്രസാദമാണ്. ദേവീ കടാക്ഷമേകുന്ന ഈ പുണ്യകർമ്മത്തിൽ ഭാഗഭാക്കായി ശ്രീ തിരുമല ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാനും തദ്വാര ഈ ദേശത്തിന്റെ ഐശ്വര്യത്തിൽ പങ്കാളികളാവാനും ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു.